ക്യാമ്പസ് മെന്റലിസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരം MG കോളേജിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ മുമ്പാകെ നിൽക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഈ തവണ മാജിക്കിന് വേണ്ടി എനിക്ക് ഒരാളുടെ സഹായമാണ് വേണ്ടത്. സോ എൻ്റെ കയ്യിൽ ഒരു പനിനീർ പുഷ്പമുണ്ട്. ഈ പുഷ്പം ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് എറിയുന്ന സമയത്ത് ആരുടെ മേലാണോ ഈ പുഷ്പം വന്ന് വീഴുന്നത് അവർക്ക് സ്റ്റേജിലേക്ക് വരാം. ആരാണ് ഈ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. യു ആർ റെഡി ഫോർ ദാറ്റ്? കം ഓൺ. പ്ലീസ് വെൽക്കം ടു ദി ഡാൻസ്. പേരെന്താണ് മോളുടെ? അഞ്ജു. അഞ്ജു ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? സെക്കൻഡ് DC സൈക്കോളജി. സ്വാഭാവികമായിട്ടും അഞ്ജുവിൻ്റെ മനസ്സ് ഞാൻ വായിക്കുന്നതിന് മുമ്പ് അഞ്ജുവിന് എൻ്റെ മനസ്സ് വായിക്കാൻ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടോ, കാരണം സൈക്കോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ അഞ്ജു, ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, അഞ്ജു ചെയ്യേണ്ടത് ഈ വൈറ്റ് പേപ്പറിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാം. അതിനുശേഷം അഞ്ജുവിന് ഈ പേനയെടുത്ത് അതിനകത്ത് ഒരു നമ്പർ, ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ എഴുതാം. അഞ്ജുവിൻ്റെ നമ്പർ എഴുതാം, അഞ്ജുവിൻ്റെ വീട്ടിലെ ആരുടെയെങ്കിലും നമ്പർ എഴുതാം, ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ എഴുതാം, ഏതെങ്കിലും ഒരു നമ്പർ എന്നാണ് ഉദ്ദേശിച്ചത്. സോ ഇതിൻ്റെ മുകളിൽ വെച്ച് ഒരു നമ്പർ എഴുതാം. ഒരു കാര്യം അഞ്ജു ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ആ നമ്പർ ഞാൻ കാണരുത് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കാതെ തന്നെ ഈ എൻവലപ്പിനകത്തേക്ക്, ഒന്നുമില്ലാത്ത ഈ എൻവലപ്പിനകത്തേക്ക് ഈ കവർ വെക്കാം. ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒട്ടിക്കാം. ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഈ അടപ്പ് കൊണ്ട് കവർ ചെയ്യാം. റൈറ്റ്? ഓക്കെ. അഞ്ജു മൊബൈൽ നമ്പർ എഴുതുന്നു. എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. യെസ്. ഓക്കെ. ഇനി അഞ്ജു ചെയ്യേണ്ടത് ആ പേപ്പർ ആ എൻവലപ്പിനകത്ത് വെക്കാം. യെസ്. ഓക്കെ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ വെക്കാം, ഈ അടപ്പ് കൊണ്ട് അടയ്ക്കാം, അമർത്തി അടയ്ക്കാം, നന്നായിട്ട് അടയ്ക്കാം. ഓക്കെ, റൈറ്റ്. ഇനി അഞ്ജു ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. അഞ്ജുവിൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് വൈറ്റ് ബോർഡുകൾ തരുന്നുണ്ട്. ഈ ബോർഡുകൾ അഞ്ജുവിനെ പരിശോധിക്കാം. റൈറ്റ് അഞ്ജു, താങ്ക് യു വെരി മച്ച്. ഇനി അഞ്ജു ഈ പേപ്പറിനെ നമുക്ക് കത്തിച്ച് കളയണം. അഞ്ജുവിൻ്റെ മനസ്സിലോ എൻ്റെ മനസ്സിലോ ഇല്ലാത്ത രീതിയിൽ കത്തിച്ച് കളയണം. ഇത് അഞ്ജുവിനെ തുറക്കാം. തുറന്നതിന് ശേഷം കവർ എടുക്കാം, എൻവലപ്പ് എടുക്കാം, കത്തിക്കാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഞ്ജുവിൻ്റെ മനസ്സിൽ മാത്രമാണ് ആ നമ്പർ ഉള്ളത്. എൻ്റെയോ നിങ്ങളുടെയോ ആരുടെയെങ്കിലും മനസ്സിൽ ആ നമ്പറില്ല. ആ നമ്പർ നിലനിൽക്കുന്നില്ല, കാരണം ആ നമ്പറിനെ കത്തിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അഞ്ജുവിൻ്റെ കയ്യിലുള്ള കവറിനകത്ത് അത് കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു. ഇങ്ങനെ വെച്ച് ചെയ്യാം. കൈ കത്തണ്ട, താഴേക്കിടാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി അഞ്ജു ചെയ്യേണ്ടത് ആ ബോർഡിൽ ഓരോ ഒന്ന് വീതം എൻ്റെ കയ്യിലേക്ക് തരണം. ആ നമ്പറിനെ പറ്റി മാത്രം മനസ്സിൽ വിചാരിക്കണം. നമ്പറിൻ്റെ ഓരോ അക്കങ്ങൾ, അതായത് ഈ ഭാഗത്തു നിന്നുള്ള അക്കങ്ങളാണ് വിചാരിക്കേണ്ടത്. ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ അക്കം മുതൽ വായിച്ച് നമ്പറിനെ മനസ്സിൽ വിചാരിച്ച് ആ നമ്പറിനെ പറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ കണ്ണുകളിലേക്ക് അഞ്ജു ശ്രദ്ധിക്കണം. നമ്പർ മനസ്സിലുണ്ടല്ലോ അല്ലേ? നമ്പർ മനസ്സിലുണ്ടല്ലോ. ആ നമ്പറിനെ പറ്റി മാത്രം മനസ്സിൽ വിചാരിക്കുക. ടോട്ടൽ നമ്പർ ആദ്യം വിചാരിക്കുക. നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ മാത്രം ആദ്യം ഓർക്കുക. ഓരോ നമ്പർ വീതം ഓർത്ത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ആദ്യം സ്വന്തമായിട്ട് നമ്പറിനെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യും. യു റെഡി ഫോർ ദാറ്റ്? സോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഒരിക്കൽ കൂടി നിങ്ങളുടെ പരിചയപ്പെടുന്നു. ഈ ഓരോ ബോർഡിൻ്റെയും ഭാഗത്തുള്ള നമ്പറുകളാണ് നമ്മൾ എഴുതി കാണിക്കാൻ പോകുന്നത്. സോ ദി ഫസ്റ്റ് വൺ.
Anju, what's your number? 9895255795. 98852795. Thanks a lot. Thank you very much.